മോളും മോളുടെ ജീവിതത്തിൽ നിന്ന് സന്ദീപിനെ ഒഴിവാക്കണം. പെട്ടെന്ന് പറ്റില്ലെന്ന് എനിക്കറിയാം. സമയമെടുത്ത് നല്ല പോലെ ആലോചിച്ചിട്ട് ചെയ്താൽ മതി. ചില ഓർമ്മകളൊക്കെ ഇനി ജീവിതത്തിലുടനീളം മോളെ വേട്ടയാടിയെന്ന് വരും. അവിടെയൊക്കെ മോള് പിടിച്ചു നിൽക്കണം. ഒരിക്കലും മോളുടെ ശാപം അവന്റെ തലയിൽ വീഴരുത്. നിവൃത്തികേടിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരച്ഛൻ പറയുന്ന വാക്കുകളായത്. ഹലോ ചേച്ചി, എന്നോട് പിണക്കമാണോ? എന്തിനാ? ഞാൻ പിണങ്ങിയിരുന്നിട്ട് എന്താ കാര്യം? ഞാനല്ലേ ഇതിനൊക്കെ ഉത്തരവാദി. ചേച്ചി പ്ലീസ്, ചേച്ചിയും കൂടി എന്നെ മനസ്സിലാക്കാതെ പോകരുത്. ഞാൻ നിന്നെ മനസ്സിലാക്കിയതുകൊണ്ട്, നിങ്ങളെ മനസ്സിലാക്കിയതുകൊണ്ട്, നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങളെ വിവാഹം കഴിപ്പിച്ചതും ഇതുപോലെ എല്ലാവരിൽ നിന്നും ഓരോന്ന് മറച്ചു വെച്ച് സമാധാനമില്ലാതെ നടന്നതും. പക്ഷെ നീ എന്നോട് പറയാമായിരുന്ന ഒരു കാര്യം നീ പറഞ്ഞില്ല. ചേച്ചിയോടും സച്ചേട്ടനോടും പറയണമെന്ന് കരുതിയിരുന്നതാ ഞാൻ. പിന്നെ സന്ദീപിനോട് പറഞ്ഞിട്ടാവാന്ന് കരുതി. പക്ഷെ ഒരിക്കലും രക്തബന്ധങ്ങളെ വിശ്വസിക്കരുതെന്ന പാഠം പഠിപ്പിച്ചു തന്നെ തോൽപ്പിച്ചു കളഞ്ഞു എന്നെ. അവന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീരിനെ നീ എന്തു പ്രായച്ചിത്തം ചെയ്യുമെന്ന് പറഞ്ഞാലും അതിന് പകരം വയ്ക്കാൻ പറ്റില്ല. അതിനെ ഒരമ്മ എന്ന നിലയിലെ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമായിരുന്നു. ഇപ്പൊ അമ്മ കരഞ്ഞു പറഞ്ഞിട്ട് പോയ ഓരോരോ വാക്ക് മതി നീ ഒരിക്കലും രക്ഷപ്പെടാതിരിക്കാൻ. സന്ദീപിന്റെ മനസ്സ് മാറിയപ്പോ സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി ചേച്ചി. പിന്നെ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ ഓർത്ത് ഞാനൊന്നും പറയാത്തതാ. അതിന്റെ പേരില് ചേച്ചി എന്നോട് പിണങ്ങിയിരിക്കരുത്. ഇനി എന്താ നിന്റെ തീരുമാനം? കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല ഇപ്പോ. വലിയൊരു പ്രശ്നത്തിന് അവസാനമായിട്ട് ഒരു തീർപ്പുണ്ടാവും. എനിക്ക് സന്ദീപിന്റെ കൂടെ ജീവിക്കണം ചേച്ചി. എന്തായാലും ചേച്ചി പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങൾ ഇനി ഉണ്ടായെന്ന് വരും. ഈ അവസ്ഥയിൽ ഇനി ഒളിച്ചു കഴിയുന്നതും എല്ലാം ഒളിപ്പിച്ചു വെക്കുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, സന്ദീപ് എല്ലാവരോടായിട്ട് എല്ലാം പറഞ്ഞതുകൊണ്ട് ഇനിയും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അതാ എന്റെ മനസ്സ് പറയുന്നത്. ഇവിടെ എല്ലാവരും ഭയങ്കര ദേഷ്യത്തിലാ. അവിടെ അച്ഛനും അമ്മയും അനുവേണ്ണും ഒക്കെ. ഞാൻ കാരണം എല്ലാവരുടെ മനസ്സമാധാനം പോയി ചേച്ചി. അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നത്. ഞാൻ സന്ദീപായിട്ടൊന്ന് സംസാരിക്കട്ടെ. ഉടനെ തന്നെ നമുക്കൊരു തീർപ്പുണ്ടാക്കാം. അതുവരെ നീ വെറുതെ ഓരോന്നും പറഞ്ഞ് അവിടെയുള്ളവർ വിഷമിപ്പിക്കണ്ട. ശരി ചേച്ചി.
ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ടും വിഷമിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ആദ്യം ഉണ്ടായ നാണക്കേടിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. ഇതിനിപ്പോ എങ്ങനെ പരിഹാരം കാണണമെന്ന് നീ പറയുന്നത്? നീ കുറെ നേരമായിട്ട് പറയുന്നല്ലോ നാണക്കേട് നാണക്കേടെന്ന്. നമുക്ക് മാത്രമേ ഉള്ളോ? അവർക്കില്ലേ അത്? നമ്മുടെ അത്രയും ഇല്ല. കാരണം പെൺകൊച്ചി ഈ വീട്ടിലെയാ. ആണുങ്ങളെ സംബന്ധിച്ച് ഇതൊന്നും വലുതായിട്ട് അവരെ ബാധിക്കില്ല. പിന്നെ പൈസയുണ്ട്. അവരുടെ ചെക്കനെ അവര് പറഞ്ഞു മനസ്സിലാക്കി ഇതിന്ന് പിന്തിരിപ്പിച്ചാലേ നിറവയറുമായിട്ട് ആദര ഇവിടെ തന്നെ നിൽക്കും. എടാ, അത് മീര പറഞ്ഞത് ശരിയാ. അവർക്കിത് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയെന്ന് വരില്ല. നെല്ലിശ്ശേരിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ എവിടെയായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? സന്ദീപിനെ ആതിരയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചേനെ. പക്ഷെ അവരതിനെ വലിയൊരു പ്രശ്നമാക്കി എടുക്കുകയല്ലേ ചെയ്തത്. അത് മനഃപൂർവ്വം പ്രശ്നമാക്കി പിണങ്ങിയിരുന്നാ പിന്നെ ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കില്ലല്ലോ. ഇതെല്ലാം വരുത്തി വെച്ചത് എന്റെ 2 സഹോദരിമാരല്ലേ? അച്ചു എന്താ ചെയ്തത്? അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആതിരയെ കാര്യങ്ങൾ വിശദീകരിച്ച് പിന്മാറ്റുന്നതിന് പകരം രഹസ്യമായിട്ട് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരിക്കുന്നു. സന്ദീപിന്റെയും അനക്കയുടെയും വിവാഹം നടക്കുന്ന തിരിച്ചറിഞ്ഞിട്ടും ആതിരയുടെയും സന്ദീപിന്റെയും വിവാഹം കഴിഞ്ഞ കാര്യം അവരാരോടെങ്കിലും പറഞ്ഞോ? അവിടെ അങ്ങനെയൊക്കെ ഉണ്ടായില്ലായിരുന്നെങ്കിൽ കാര്യങ്ങൾ അവസാനം എന്താവുമായിരുന്നു? കഷ്ടം. ഇവരൊക്കെ എന്ത് മനസ്സിൽ വെച്ചാൽ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക്. അവനെ ആരോ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാ ഈ വിവാഹത്തിന് അവൻ സമ്മതിച്ചതെന്ന്. നമ്മളും അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത്. അച്ചു അടക്കം അവിടെയുള്ളവര് അത് തൊണ്ട തൊടാതെ വിഴുങ്ങിയാൽ മതി. അല്ലെങ്കിൽ തന്നെ അവിടെയുള്ളവരെ മാത്രം പറഞ്ഞിട്ട് എന്തിനാ നമ്മളെയൊക്കെ വഞ്ചിച്ചതേ? ഞാനൊരു കാര്യം പറയാം. എന്തായാലും ഇങ്ങനെയൊക്കെ ആയി. അതിനൊരു അന്ത്യം കണ്ടേ പറ്റൂ. മീര നേരത്തെ പറഞ്ഞ പോലെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ കൊച്ചിനാ. നമ്മൾ മിണ്ടാതിരിക്കും തോറും അവർക്കും താല്പര്യം കുറയും. അപ്പോഴത്തെ ദേഷ്യത്തിന് സേതുവും അവന്തികയും അങ്ങനെയൊക്കെ പറഞ്ഞതിന് അവരെ കുറ്റം പറയാനും പറ്റില്ല. നമ്മുടെ ഭാഗത്തും ഇല്ലേ തെറ്റ്? എല്ലാം അറിയാമായിരുന്നിട്ടും നമ്മൾ അവരോട് പറഞ്ഞതുമില്ലല്ലോ. കഴിഞ്ഞതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടോ പരസ്പരം ചെളിവാരി എറിഞ്ഞിട്ടോ കാര്യമൊന്നുമില്ല. നാളെ നെല്ലിശ്ശേരി വരെ ഒന്ന് പോകാം. അപ്പോഴേക്കും അവിടെ എല്ലാവരുടെയും ദേഷ്യമൊക്കെ മാറും. അനൂപേ, നീയും കൂടെ വാ. നമുക്ക് അവരോട് പോയി ഒന്ന് സംസാരിക്കാം. ഞാനിനി അങ്ങോട്ടേക്കില്ല. ഞാൻ മാത്രമല്ല, ഇവിടുന്ന് ആരും. തെറ്റ് ചെയ്തത് ഇവള് മാത്രമല്ലല്ലോ. ഇവളുടെ സങ്കടവും പറഞ്ഞ് അവിടെ കയറി ഇറങ്ങണോ നമ്മള്? പിന്നെ കയറി ഇറങ്ങാതെ? അവക്കൊരു അബദ്ധം പറ്റി. നമ്മൾ ദേഷ്യം കാണിക്കുന്നിടത്തോളം അവൾ ഇവിടെ തന്നെ നിൽക്കും. കുറച്ച് നാളൂടെ കഴിയുമ്പം നാട്ടുകാർ ചോദിക്കും. അപ്പൊ നമ്മൾ എന്തുത്തരം പറയും? മോനെ, അനൂപേ, മാഷ് പറഞ്ഞതുപോലെ അവിടെ ചെന്ന് അവരെ കണ്ട് ഒരവസാനം ഉണ്ടാക്കിയേ പറ്റൂ. അമ്മ എന്തിനാ പിന്നെയും പിന്നെ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഇവിടെ നിന്ന് ആരും അവരുടെ കാല് പിടിക്കാൻ പോകുന്നില്ല. പരിഹാരം എന്താണെന്ന് എനിക്കറിയാം. ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് നല്ലൊരു വക്കീലിനെ കണ്ട് ആദരിക്ക് പറ്റിയ മണ്ടത്തരം തിരുത്തണം. ഇവനും അവളുമായിട്ടുള്ള ബന്ധം വേർപിരിയണം. അതിനു മുമ്പ് വയറ്റിനുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കണം. അല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. അനുപേട്ടൻ എന്താ ഈ പറയുന്നേ? കുഞ്ഞിനെ നശിപ്പിക്കാനോ? പിന്നെ വിവാഹം കഴിക്കാതെ ഇവളെ പെറ്റി പോറ്റണോ? വിവാഹം കഴിഞ്ഞല്ലേ അനുപേട്ട? എന്നിട്ട് ഇവളുടെ ഭർത്താവ് എവിടെ?
അപ്പ അവിടെ വലിയ വായിൽ ഓരോന്ന് പറഞ്ഞതല്ലാതെ പിന്നീട് അവൻ എന്തെങ്കിലും മിണ്ടിയോ? ഇതിപ്പോ നമ്മൾ ആരും അറിഞ്ഞില്ലെങ്കിൽ അവനും അവളും കൂടെ ചെയ്യാൻ പോകുന്നതും ഇത് തന്നെ ആവില്ലേ? എടീ, വീട്ടുകാരെ മറന്ന് ഓരോന്ന് ചെയ്യുമ്പോ ഓർക്കണമായിരുന്നു. നീ നിന്റെ സന്തോഷം മാത്രം നോക്കിയപ്പോ ഇവിടെ ഇങ്ങനെ ചില ആത്മാക്കള് നിനക്കൊക്കെ വേണ്ടി ജീവിക്കുന്നുണ്ടെന്ന് ഒരു നിമിഷമെങ്കിലും നീ ഓർക്കണമായിരുന്നു. ഇതിലും ഭേദം നീ ഞങ്ങളെ കൊല്ലുന്നതായിരുന്നു. നിന്നെയൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു പോയിടി. അതാ ഞങ്ങൾക്ക് പറ്റിയ ആദ്യത്തെ അബദ്ധം. ഏട്ടാ, ഇനി എന്നെ സന്ദീപിനെ പിരിക്കരുത്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ഇനിയെങ്കിലും ഏട്ടനെ അനുവദിക്കണം. അച്ഛൻ പറഞ്ഞ പോലെ എനിക്ക് വേണ്ടി ഒരു തവണ കൂടി ഏട്ടൻ അവിടെ പോകണം, അവരോട് സംസാരിക്കണം. എനിക്ക് ഉറപ്പുണ്ട് സന്ദീപ് വെറുതെ ഇരിക്കില്ല എന്ന്. പ്ലീസ് ഏട്ടാ, ഞാൻ ഏട്ടന്റെ കാല് പിടിക്കാം. മോനെ, എന്തൊക്കെ പറഞ്ഞാലും നമുക്കിവളെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ആതിരെ, നീ മുറിയിലേക്ക് പോ. ഞങ്ങൾ വേണ്ടത് ചെയ്തോളാം. ചെല്ല്. അനൂപേട്ട നിസ്സാരമായി ഇപ്പൊ പറഞ്ഞ കാര്യം എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നല്ല. നമ്മൾ എടുത്തു ചാടി ഓരോന്ന് ചെയ്യുമ്പോ മറ്റൊന്നുകൂടി ഓർക്കണം. അവളിപ്പോ സന്ദീപിന്റെ ഭാര്യയാ. നാളൊരു സമയത്ത് അവൻ ഇവിടെ കയറി വന്ന് അവന്റെ ഭാര്യയും കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാ നമ്മൾ അവരെ പറഞ്ഞു വിട്ടേ പറ്റൂ. ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ആര് പറഞ്ഞു എന്ന് അവൻ ചോദിച്ചാ നമ്മൾ എന്തുത്തരം പറയും? അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ പോലെ അവസാനമായി ഒന്നുകൂടി അവരുടെ സ്റ്റാൻഡ് എന്താന്ന് ചോദിക്കും. അപ്പോഴും അവർക്ക് താല്പര്യം ഇല്ലെന്നാണെങ്കിൽ നമുക്കിതിനൊക്കെ അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഇനി നമ്മൾ ശ്രമിക്കാത്തോണ്ടാണെന്ന് അവക്ക് തോന്നില്ലല്ലോ. അതല്ലേ ശരി? ശരി എടുത്തി, ഇനിയിപ്പോ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞല്ലേ? ഞാൻ നോക്കിക്കോളാം. സച്ചേട്ടാ, നാളെ അച്ഛനും അനൂപേട്ടനും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അച്ഛനോട് സംസാരിച്ച് എന്ത് തീരുമാനിക്കണമെന്ന് അറിയാനാ വരുന്നേന്നാ മീരടുത്ത് ഇപ്പൊ വിളിച്ചപ്പോ പറഞ്ഞ്. ഇങ്ങനൊരു വരവ് ഇപ്പൊ വേണ്ടായിരുന്നു. ഇവിടെ ആരുടെയും ദേഷ്യം മാറിയിട്ടില്ല. വീണ്ടും വഴക്കാവുകയുള്ളൂ. അവരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ സച്ചേട്ടാ. എത്രയെന്നും പറഞ്ഞാ ആതിരയുടെ കരച്ചിൽ അവര് കാണുന്നേ. നാളെ സംസാരിച്ചൊരു തീരുമാനത്തിലെത്തിയില്ലെങ്കിൽ സന്ദീപുമായിട്ടുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തണമെന്ന് അനൂപേട്ടൻ പറഞ്ഞെന്ന്. കുഞ്ഞിനെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ്. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ അച്ഛനോട് അവര് വന്നെന്ന് സാവധാനത്തിൽ സംസാരിക്കുമ്പോ പ്രശ്നമൊക്കെ തീരുന്ന. താനെന്താ ആലോചിക്കുന്നേ? ഈ പ്രശ്നങ്ങൾക്കിടയിൽ നമ്മൾ ഓർക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. സന്ദീപിനെ ഫോൺ വിളിച്ച ആളെ പറ്റി. ബഹളത്തിനിടയിൽ അയാളെ രക്ഷപ്പെടുകയും ചെയ്തല്ലോ. അയാൾ പറഞ്ഞതല്ലേ നന്ദേട്ടനുമായിട്ട് എന്തോ ബിസിനസ് ചെയ്ത കാര്യവും അവർ തമ്മിൽ പിന്നീട് പിരിഞ്ഞ കാര്യവും അതിന്റെ പേരിൽ വാശി തീർത്താണെന്നും. എനിക്ക് ആ പറഞ്ഞാല് വിശ്വാസം ഇല്ല സച്ചേട്ടാ. ഇത്രയും വർഷം കഴിഞ്ഞ് പകരം വീട്ടാൻ വരുന്ന ആള് എന്തിനാ സന്ദീപിന്റെ വിവാഹകാര്യം മാത്രം സംസാരിച്ചത്? അതൊക്കെ ഓരോരുത്തരുടെ രീതിയല്ലേ. ഇത് കഴിഞ്ഞെങ്കിൽ അയാൾ അടുത്തതുമായിട്ട് വന്നേനെ. താൻ അതൊക്കെ വിട്ടിട്ട് സന്ദീപിന്റെ അനുകേടം കാര്യത്തില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. അതല്ലേ ഇപ്പൊ പ്രധാനം. നാളെ എന്തായാലും അച്ഛനും അനൂപേട്ടനും വന്ന് സംസാരിക്കട്ടെ.
അതിലൊരു അവസാനം ഉണ്ടാവുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ ഒരു കടുങ്കൈ ചെയ്യേണ്ടി വരും നമുക്ക്. രണ്ടിലൊന്ന് തീരുമാനിക്കുന്ന ഒരു കടുങ്കൈ. എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. എന്നോടൊരു കാര്യം പറയാൻ അമ്മയ്ക്ക് എന്തിനാ എന്റെ അനുവാദം? ഇപ്പോഴെല്ലാം അങ്ങനെയാണല്ലോ. എന്റെ മകളെന്നതിലുപരി നെല്ലിശ്ശേരിയിലെ മരുമോളല്ലേ നീ? നീ നിന്റെ ഇഷ്ടം ഞങ്ങളോട് പറഞ്ഞപ്പോ അത് നടക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിന്റെ അച്ഛനും ഏട്ടനുമാ. പിന്നീട് നടന്നതൊക്കെ ഞാൻ പറയുന്നതിന് നിനക്കറിയാലോ. ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ കഴുത്തിലൊരു താലി കെട്ടിയ, അതും നമ്മുടെ ഇഷ്ടത്തോടു കൂടിയാണെങ്കിൽ, പിന്നെ എന്തു വന്നാലും നമ്മൾ അയാളെ തള്ളി പറയരുത്. സന്ദീപ് ഭർത്താവായിരിക്കെ തന്നെ നീ അജയനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചു, നിശ്ചയം വരെ കൊണ്ടെത്തിച്ചു. അതമ്മ, എനിക്ക് ഉറപ്പായിരുന്നു ആ വിവാഹം നടക്കില്ലെന്ന്. അത്ര ഉറപ്പുള്ള നീ എന്തിനാ അത് നിശ്ചയം വരെ കൊണ്ടുപോയത്? ഞാനാണോ അമ്മ അതൊക്കെ ചെയ്തത്? നിങ്ങളോടെല്ലാവരോടും ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്ക് ആ വിവാഹം വേണ്ടാന്ന്. ആരെങ്കിലും, അമ്മയെങ്കിലും കേട്ടോ? എല്ലാരും ഏട്ടനോടൊപ്പം നിന്ന് അത് നടത്താനല്ലേ ശ്രമിച്ചത്? ഏട്ടന്റെ വാശിയല്ലേ ഇതെല്ലാം ഉണ്ടാക്കിയത്? ആ വാശി എങ്ങനെയാ ഉണ്ടായത്? നിന്നെ സ്നേഹിക്കുന്നവർ തന്റെ ഇടം കാണിക്കാത്തോണ്ടല്ലേ? നീയും അച്ചു സന്ദീപും ആരും അറിയാതെ ചെയ്തതൊക്കെ അറിയാതെ അനൂപ് നിന്നെ നല്ലൊരു നിലയിൽ കെട്ടിച്ചേക്കുന്നത് സ്വപ്നം കണ്ട് കഴിയായിരുന്നില്ലേ? ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. നീ അവനോടൊപ്പം ഇറങ്ങി പോയിരുന്നെങ്കിൽ പോലും ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ എത്തില്ലായിരുന്നു. ആ, ഇനി അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞ് നിനക്ക് എനിക്ക് വിഷമം ഉണ്ടാക്കണ്ട. ഞാൻ വന്നത് മോളോട് വേറൊരു കാര്യം പറയാനാ. നാളെ നിന്റെ അച്ഛനും ചേട്ടനും നെല്ലിശ്ശേരിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് കാര്യങ്ങൾ സംസാരിച്ച് ഒരു ധാരണയിലെത്താൻ. ഇനിയെങ്കിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അവസാനിക്കണമെന്ന് കരുതിയ നമ്മളെ അവരിത്രയും കുറ്റപ്പെടുത്തിയിട്ടും വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകുന്നത്. എന്റെ മകള് ചെയ്ത കുറ്റം അവളുടെ മകനും ചെയ്തതെന്ന് സേതുവിട്ട് സമ്മതിക്കുമെന്ന എന്റെ മനസ്സ് പറയുന്നത്. അതങ്ങനെയല്ല സംഭവിക്കുന്നെങ്കിൽ മോൾ അനൂപ് പറയുന്നത് കേൾക്കണം. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ മോള് മറക്കണം. മൂന്ന് മക്കളെ പെറ്റുപോറ്റി വളർത്തിയ അമ്മ തന്നെയാ മോളോടിത് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് നിനക്ക് എത്ര വേദനയുണ്ടാക്കുമെന്ന് അമ്മയ്ക്കറിയാം. പെൺമക്കളെ ഗർഭിണിയാന്നറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അമ്മമാര്. മറ്റേതൊരമ്മയെക്കാളും ഏറ്റവും കൂടുതലായിട്ട് സന്തോഷിക്കേണ്ടത് ഞാനാ. എങ്കിലും അമ്മ പറയാ, നിന്നെ വേണ്ടാത്ത ഒരുത്തിന്റെ കുഞ്ഞിനെ നീ ചുമക്കണ്ട മോളെ. എന്റെ പൊന്നുമോളെ, നാളെ ഒരിക്കൽ നിനക്ക് തന്നെ അതൊരു കഷ്ടപ്പാടായിട്ട് മാറും.
അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുക എന്നൊക്കെ പറഞ്ഞ കഷ്ടപ്പാടിൽ നിന്ന് കഷ്ടപ്പാടിലേക്കായിരിക്കും പൊന്നു കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നാളെ അവര് സംസാരിച്ചിട്ട് അത് നടക്കില്ല എന്നുണ്ടെങ്കിൽ എന്റെ മോൾ അതിന് തയ്യാറാവണം. നീയായിട്ട് നഷ്ടപ്പെടുത്തിയ എല്ലാവരുടെയും സന്തോഷവും സമാധാനവും നീയായിട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള തീരുമാനത്തിൽ എത്ര നീ. കുറെ പേരുടെ ശാപങ്ങൾ മാത്രം വാങ്ങുന്നൊരു കുഞ്ഞിനെ പ്രസവിച്ച അമ്മയായി എന്റെ മോള് മാറരുത്. ഈ അമ്മയുടെ അപേക്ഷയത്.